ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശിന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. അങ്ങനെ അവസാന ഭാഗമായിട്ട് കണ്ടത് വേറെ ഒന്നുമല്ല, നമ്മുടെ അനിയെ ചോദ്യം ചെയ്യുകയാണ്. അനി അനാമികയ്ക്ക് ഒരു പൊട്ടീര് വെച്ച് കൊടുത്തൊക്കെ നിങ്ങൾ കണ്ടു കാണും. ഒരു പൊട്ടീരല്ല, 10-12 പൊട്ടീരിന്റെ കുറവുണ്ടായിരുന്നു. ഏതായാലും നമ്മുടെ അനി മാല ഇട്ടെങ്കിൽ ഒരു പൊട്ടീര് വെച്ച് കൊടുത്തു. അതിന്റെ പേരില് അനാമികയും രേവതിയും വേണുവും വന്ന് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനിടയിലാണ് നമ്മുടെ ജാനകി പറഞ്ഞത്, നിന്റെ മുത്തശ്ശനോ നിന്റെ അച്ഛനോ നിന്റെ ചേട്ടന്മാരോ ഒന്നും ഇങ്ങനെ പെണ്ണുങ്ങളെ തല്ലിയിട്ടില്ല, ഭാര്യമാരെ തല്ലുന്നത് കണ്ടിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പം അനി പറയുന്നുണ്ട്, ഞാൻ ചെയ്തത് തെറ്റായി പോയെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കാനും തയ്യാറാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അനാമിക ഇങ്ങ് വന്നില്ലേ, നീ മാപ്പ് ചോദിക്കാൻ തയ്യാറാണല്ലേ? അതെ, നിന്റെ മാപ്പും ഒരു കോപ്പും എനിക്ക് വേണ്ട. നീ ആ കനകദുർഗയുടെയും നന്ദുവിന്റെയും മുമ്പ് വെച്ച് എന്നോട് മാപ്പ് ചോദിക്കോ? എന്റെ കാലിൽ വീണ് നീ മാപ്പ് ചോദിക്കോ? ഇല്ലല്ലോ, പറ, നീ മാപ്പ് ചോദിക്കോ എന്നിങ്ങനെ വീണ്ടും വീണ്ടും എടുത്തെടുത്ത് ഇങ്ങനെ ദേഷ്യപ്പെട്ട് ചോദിച്ചപ്പോഴത്തേക്ക് അനി പറഞ്ഞു, അങ്ങനെ അവരുടെ മുമ്പിൽ വെച്ചൊന്നും മാപ്പ് ചോദിക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, അത് നിന്റെ വാശിയാ, നിന്റെ വാശി മാത്രം. നീ അവരുടെ മുമ്പിൽ നിനക്ക് ജയിക്കണം, അതിനുള്ള വാശിയാണല്ലോ. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നയനേടത്തിയുടെ അനിയത്തിയാണ് നന്ദു, അമ്മയാണ് കനകദുർഗ. ഇവരെ രണ്ടുപേരെയും ഞാന് ജീവന് തുല്യം സ്നേഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിന്നെക്കാളേറെ സ്നേഹിക്കുന്നുണ്ടെന്ന് വെച്ചോ. കാരണം ഞാൻ നയനേട്ടത്തിയെ അതുപോലെ സ്നേഹിക്കുന്നുണ്ട്. നയനേട്ടത്തിയുടെ സ്വഭാവവും നല്ല ഗുണങ്ങളൊന്നും നിനക്ക് കിട്ടിയിട്ടുമില്ല, അതിന് നിനക്ക് കിട്ടാനും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയാ, നീ മാറാൻ നോക്കിക്കോ, നിന്റെ ഈ സ്വഭാവം നീ മാറ്റിവെക്കാൻ നോക്കിക്കോ. ഇല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവില്ല എന്ന് പറഞ്ഞു. ഓഹോ, അങ്ങനെയാണോ? നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവില്ലെങ്കിൽ പോകണ്ട. അതെ അമ്മേ, ഞാനിവിടെ നിൽക്കുന്നില്ല, ഞാൻ ഇവിടുന്ന് പോവാന്ന് ജാനകിയോട് പറഞ്ഞപ്പോ ജാനകി പറഞ്ഞു, മോളെ, അവന് വായി തോന്നുന്നൊക്കെ വിളിച്ചു പറഞ്ഞു എന്ന് വെച്ച് അവൻ ആ ഒരു ദേഷ്യത്തിൽ പറഞ്ഞ ആണുങ്ങളല്ലേ, ആ ഒരു ദേഷ്യം വന്നപ്പോ പറഞ്ഞതാ. പ്ലീസ് മോൾ ഇവിടുന്ന് പോകരുതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും രേവതി പറഞ്ഞു, ഓ അങ്ങനെ എന്റെ മോൾക്ക് ആരുടെയും കാലിനടി കിടക്കേണ്ട കാര്യമൊന്നുമില്ല, എല്ലാരും എന്റെ മോളെ ഇവിടെ ഇട്ട് ചവിട്ടി അരയ്ക്കുവാണല്ലോ. അതിന്റെ ആവശ്യം എന്റെ മോൾക്ക് ഇപ്പൊ തൽക്കാലമില്ല. എന്റെ മോൾക്ക് അവിടെ നല്ലതുപോലെ ജീവിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അറിയാലോ, ഞങ്ങളുടെ പണത്തിന്റെ സമ്പത്തിന്റെ ഒക്കെ അളവും തൂക്കമൊന്നും നിങ്ങളോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. എങ്കിൽ പോലും ഞങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ സൗകര്യവും പണവും ഒക്കെ ഉള്ള വീട്ടിൽ തന്നെ എന്റെ കുഞ്ഞ് ജനിച്ചു വളർന്നത്. അതുകൊണ്ട് തന്നെ ഇവിടത്തെ ഓച്ചാനം കിട്ടി കിടക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇതുപോലെ തല്ലാനാണെങ്കിൽ ഒരു ഭർത്താവിന് എന്റെ മോക്ക് ആവശ്യമില്ല. വാ മോളെ, നമുക്ക് പോകാന്ന് പറഞ്ഞുകൊണ്ട് അനാമികനെ കൂട്ടിക്കൊണ്ട് അങ്ങ് പോയി കേട്ടോ. പുറകെ നമ്മുടെ പുറകെ നമ്മുടെ ജാനകിയാണെങ്കിൽ ഓടി ചെല്ലുക, മോളെ പോകരുത്, അയ്യോ മോളെ പോകല്ലേ, അയ്യോ മോളെ പോകല്ലേ എന്ന് പറയുന്ന പോലെ ഓടി ചെന്നിട്ട് പോകരുത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പോവാണ്. ഈ സമയം അനി കയറി പോയിട്ടോ. അനി മൈൻഡ് പോലും ചെയ്തില്ല, അനി അകത്തേക്ക് കയറിപ്പോയി. അപ്പൊ ജലജ പറഞ്ഞു, ദേ ഞാനൊരു കാര്യം പറയാൻ ജാനകി, നീ സൂക്ഷിച്ചോ. നീ സൂക്ഷിച്ചില്ലെങ്കിൽ നീ ദുഃഖിക്കേണ്ടി വരും. നിന്റെ മഖം കാരണം ഇവിടെ കയറി വന്ന മരുമക്കളില് ഏകദേശം നല്ലൊരു കുടുംബത്തിൽ നിന്ന് വന്നത് അനാമിക മാത്രം ഉള്ളത്. അനാമികനെ തെറ്റിപ്പിരിച്ചു വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഇനി ഇവിടെ കയറി വരാൻ പോകുന്നത് ആ മൊട്ടച്ചി ആയിരിക്കും, ആ നന്ദു, അവളായിരിക്കും ഇനി അനാമികയുടെ സ്ഥാനത്ത് ഇവിടെ കയറി വരുന്നത്. അതുകൊണ്ട് തന്നെ നീ പിടിച്ചോണം അനാമികരെ. വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും തിരികെ പിടിക്കാൻ നിനക്ക് പറ്റിയെന്ന് വരില്ലെന്ന് പറഞ്ഞു. ഇത് കേട്ടതേ നമ്മുടെ ജാനകിക്കും അങ്ങോട്ട് ദേഷ്യവും അതുപോലെ തന്നെ ഇതിനെന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂന്നായിപ്പോയി. കാരണം ജലജ ഇങ്ങനെ എരിവും ഒക്കെ ഇങ്ങനെ കയറ്റി കൊടുത്തോണ്ടിരിക്കുകയാണല്ലോ, എരുതിയിൽ എണ്ണ ഒഴിക്കുകയാണല്ലോ. അപ്പൊ അതുകൊണ്ട് ജലജ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ, ഇപ്പൊ അവര് ഹോസ്പിറ്റലിൽ ഉണ്ടെന്നല്ലേ പറഞ്ഞത്, അങ്ങോട്ടേക്ക് നീ ചെന്ന് അവരെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ നിന്റെ മകന്റെ ജീവിതമാണ് പോകുന്നത്. വീണ്ടും ആ കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണിങ്ങോട്ട് കയറി വന്നാൽ അറിയാലോ, നമുക്ക് ഇപ്പൊ തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. രണ്ടെണ്ണങ്ങൾ ഇവിടെ നിന്നിട്ട് ഇനിയിപ്പോ മൂന്നാമതും കൂടെ കയറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. അതുകൊണ്ട് നീ പെട്ടെന്ന് പോയി പറഞ്ഞോളാൻ പറഞ്ഞു. ഈ സമയത്ത് നമ്മുടെ അനിയാണെങ്കിൽ മനസ്സമാധാനം നഷ്ടപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ. മനസ്സമാധാനം നഷ്ടപ്പെട്ടിട്ട് എന്ത് ചെയ്യണമെന്ന് പോലും എനിക്കറിയത്തില്ല. അങ്ങനെ അനി നേരെ മുത്തശ്ശിയുടെ അടുത്ത്, അനി ഇങ്ങനെ ഇരിക്കുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും വരികയാണ്. അപ്പൊ മുത്തശ്ശനും മുത്തശ്ശിയും വരുമ്പോ പെട്ടെന്ന് അനി ഇങ്ങനെ തലയെ കൈവച്ചിരുന്ന അനി പെട്ടെന്ന് ഇങ്ങനെ എണീറ്റപ്പോഴത്തേക്കും മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു, മോനെ ഇവിടെ നടക്കുന്നത് എന്തൊക്കെയാ, എനിക്ക് സത്യം പറഞ്ഞു ഒന്നും മനസ്സിലാവുന്നില്ല. പണ്ടൊക്കെ ഈ കുടുംബം നിയന്ത്രിക്കാനുള്ള കഴിവും പ്രാപ്തിയൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതിന്റെ കഴിവും പ്രാപ്തിയൊന്നും എനിക്കില്ല. മറ്റു കുടുംബങ്ങളിലെ വഴക്കുകള് പരിഹരിക്കാൻ എന്നെ പലരും മധ്യസ്ഥമായിട്ട് വിളിച്ചിരുത്തി സംസാരിക്കാറും ഞാൻ മറ്റു കുടുംബങ്ങളുടെ വഴക്ക് തീർത്ത് കൊടുക്കാറും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എന്റെ കുടുംബത്തിന്റെ കാര്യം വന്നപ്പം എനിക്ക് അതിനൊന്നും പറ്റുന്നില്ലല്ലോ. മോനെ നിനക്ക് എന്താ പറ്റിയത്? നീ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തത്? അത് മോശമായ കാര്യമല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും മുത്തച്ഛ, സഹിക്കുന്നതിനൊരു പരിധിയില്ലേ മുത്തച്ഛ. ഞാൻ മാല ഇട്ടിട്ട് അങ്ങനെ ചെയ്യണമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചതല്ല.
പക്ഷെ എന്റെ പിടി വിട്ടുപോയി. വായി തോന്നുന്നൊക്കെ വിളിച്ചു പറയുന്ന തോന്നിവാസങ്ങളൊക്കെ കേട്ടിട്ട് മിണ്ടാതെ പഞ്ചപുച്ഛമടക്കി നിൽക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഒരിക്കലും പറ്റുന്ന കാര്യമല്ല. ഏതായാലും ഇത് എവിടം വരെ പോകുന്ന അറിയില്ല മുത്തച്ഛ. പോകുന്നവരെ പോട്ടെ, പോകുന്നവരെ ഞാൻ ഉന്തിക്കൊണ്ട് പോകും. എവിടെയെങ്കിലും ചെല്ലുമ്പോ ഒരവസാനം കാണുമല്ലോ, അപ്പൊ ഞാനൊരു തള്ളും. പിന്നെ ഒരിക്കലും ഈ അനിയുടെ ജീവിതത്തിലേക്ക് ആരും കടന്നു വരാൻ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അനി അങ്ങ് വിഷമിച്ച് അങ്ങ് പോയപ്പോഴത്തേക്കും വസുന്ധര പറഞ്ഞു, എല്ലാം നമ്മുടെ തെറ്റ് തന്നെയാ, എല്ലാം നമ്മുടെ തെറ്റ് തന്നെ. നമ്മളാ ഈ വിവാഹം നടത്താൻ വേണ്ടി മുൻപന്തിയിൽ നിന്നത്. ഈ വിവാഹം നടത്തണമെന്ന് വാശി പിടിച്ചത് നമ്മൾ തന്നെയാ. അവൻ വിവാഹ സമയത്ത് ഒരുപാട് ഒഴിഞ്ഞു മാറി നടന്നതാ. പക്ഷേ ഈ വിവാഹം കഴിഞ്ഞതിൽ പിന്നെ ഈ കുടുംബത്തില് സ്വസ്ഥത ഉണ്ടായിട്ടുണ്ടോ, സമാധാനം ഉണ്ടായിട്ടുണ്ടോ? അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. ഇവിടുത്തെ പെമ്പടകൾക്കെല്ലാം അവള് തന്നെയാണല്ലോ വലുത്. ഇനിയിപ്പോ എവിടം വരെ പോകുമോ? അനി പറയുന്ന പോലെ അവിടം വരെ പോട്ടെ എന്നിങ്ങനെ മൂർത്തിയും പറയാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ ജാനകി കാലിച്ചു തുള്ളി ചെല്ലുകയാണ് എങ്ങോട്ടേക്ക്? ഹോസ്പിറ്റലിലേക്ക്. അപ്പൊ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്കും ആദർശും കനകദുർഗയും നന്ദുവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇനിയിപ്പോ നമ്മുടെ ദേവയാനിയുടെ ഓപ്പറേഷന്റെ കാര്യങ്ങളൊക്കെ നടത്തുകയാണ്. അപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റണം. അപ്പൊ അതിനുള്ള ഒപ്പിടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്നിറങ്ങി നിന്നപ്പോ ഇവരിങ്ങനെ സംസാരിക്കുകയാണ്. നമ്മുടെ കനകദുർഗ എങ്ങനെയായി, ദേവയാനി ചേച്ചിയുടെ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോ ഇപ്പൊ തന്നെ ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വിളിച്ചിട്ടുണ്ട്, ഇപ്പൊ തന്നെ കൊണ്ടുചെല്ലണം, ഇന്ന് തന്നെ ഈ ഒരു ഓപ്പറേഷൻ നടക്കാനാണ് ചാൻസ് കൂടുതൽ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പൊ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ജാനകി ഇങ്ങനെ കലിച്ചു വരികയാണ്. ജാനകി വരുന്ന കണ്ടതും കനകദുർഗ നന്ദുവിനെ നോക്കിയിട്ട് ദേ വരുന്നുണ്ട്, ഇനിയിപ്പൊ അടുത്ത കോളും കൊണ്ടാണ് മോളെ വരുന്നത് എന്നുള്ള അർത്ഥത്തില് കനകദുർഗ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ജാനകി ഇങ്ങ് വന്നിട്ട്, ആദർശേ നീ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയുന്നില്ലേ? നീ ഇവിടെ ഒരു ഏട്ടനാന്നും പറഞ്ഞ് നീ ഇവിടെ എന്തിനു നിൽക്കുന്നതാ? ദേ അനാമികയ്ക്ക് അടിച്ചത് നീ കണ്ടില്ലേ എന്നിങ്ങനെ ചോദിച്ചു. അപ്പം പറഞ്ഞു, അത് പിന്നെ ചെറിയമ്മേ നല്ല ഇളയമ്മേ ഞാൻ കണ്ടു ഇളയമ്മേ. പിന്നെ അനാമികയുടെ വായിൽ നിന്ന് വീണത് അതുപോലെയുള്ള കാര്യങ്ങളാ. ഇപ്പം അനിയുടെ സ്ഥാനത്ത് ഞാനാണെങ്കിലും ഇത് തന്നെ ആയിരിക്കും ചെയ്യുക. ഓഹോ, അപ്പൊ നീ നിന്റെ അനിയനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുക, ഇവർക്കൊക്കെ കൂട്ടു നിൽക്കുകയാണോ നീ? എന്തിനാടി കനകദുർഗ നീ എപ്പോഴും നിന്റെ ഈ മോളുമായിട്ട് ഇങ്ങോട്ടേക്ക് എഴുന്നള്ളുന്നത്? എന്റെ കൊച്ചിന്റെ ജീവിതം നശിപ്പിക്കാനാണോ? എന്റെ കൊച്ചിന്റെ ജീവിതം നശിപ്പിച്ച് അവളെ അവന്റെ ഭാര്യയുടെ സ്ഥാനത്ത് കയറ്റി ഇരുത്താനാ നിന്റെ ഉദ്ദേശമെങ്കിൽ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞപ്പോ ആദർശ് പറഞ്ഞു, എന്താ ഇളയമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇതിപ്പം ഏതാണ്ട് അനാമികയുടെ അമ്മയൊക്കെ സംസാരിക്കുന്ന രീതി തന്നെയാണല്ലോ ഇളയമ്മ സംസാരിക്കുന്നത്. ഇളയമ്മ ഒന്ന് മനസ്സിലാക്ക്, ഇവളിവിടെ വന്ന് നിൽക്കുന്നത് വേറെ ഒന്നും കൊണ്ടുമല്ല, ഇവിടെ അമ്മയ്ക്ക് അസുഖമാണല്ലോ, അപ്പൊ അതിന്റെ പേരിലാണ് വന്നത്. അതിന് ഇവളുടെ അമ്മയ്ക്കല്ലല്ലോ അസുഖം, ഇവളുടെ അമ്മ ജീവനോടെ ഇവിടെ നിപ്പുണ്ടല്ലോ. എല്ലാത്തിനും ഞാൻ പച്ചയ്ക്ക് കത്തിക്കും. എന്തിനാ വെറുതെ ഏടത്തിയുടെ ഓപ്പറേഷൻ നടക്കാൻ വേണ്ടി ഇവിടെ ഇത്രയും പേരുടെ ആവശ്യമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ആദർശ് പറഞ്ഞു, ഇപ്പൊ ഇവര് തൽക്കാലം ഇവിടെ വേണം, ഇവരിവിടെ ഇല്ലെങ്കിൽ ശരിയാവില്ല. അല്ല, ഇവിടെ ഒരു അഴിഞ്ഞാട്ടക്കാരി ഉണ്ടായിരുന്നല്ലോ, അവളെന്തിയെ? നാക്കിത്രവും നീണ്ടു കിടക്കുന്നവള്, എല്ലാവരുടെയും മുമ്പിൽ വിനയം കാണിച്ചു നിൽക്കുന്നവള്, അവളെ കാണുന്നില്ലല്ലോ. അവളെ പറഞ്ഞു വിട്ടിട്ട് ഇപ്പൊ അതിനു പകരം രണ്ടും കൂടെ വന്ന് നിൽക്കുന്നതാണെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, മര്യാദയ്ക്ക് ഇവിടുന്ന് പൊക്കോണം. എന്റെ മോന്റെ കുടുംബജീവിതത്തിൽ കയറി വരുവോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ അതിന് സമ്മതിക്കില്ല എന്നിപ്പോ ആദർശ് പറഞ്ഞു, അതിന് ആര് പ്രശ്നം ഉണ്ടാക്കിയെന്ന ഇളയമ്മ ഈ പറയുന്നത്? ഇളയമ്മ കാര്യം അറിഞ്ഞിട്ട് സംസാരിക്കണം. ഇവിടെ വന്നത് ഒരിക്കലും അനിയെ കാണാനോ ഒന്നുമല്ല. അതും ഇളയമ്മയുടെ മരുമകളുടെ വായിൽ നിന്ന് വീണ കാര്യങ്ങളുണ്ടല്ലോ, അത് കേട്ടാൽ അറയ്ക്കുന്ന കാര്യങ്ങളാ. മാല ഇട്ടേക്കുക, അതുകൊണ്ട് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പിന്നെ അനി തല്ലിയതിന് ഞാൻ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നല്ല. തെറ്റ് കണ്ടാൽ തെറ്റാണെന്നും ശരി കണ്ടാൽ ശരിയാണെന്നും പറയുവാനുള്ള ആ ഒരു ഇതുണ്ടാകണം, അത് ആർക്കും ഉണ്ടാകണം. അതേ ഞാനും ചെയ്യുന്നുള്ളൂ, അല്ലാതെ ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്യുന്നതോ തല്ലിയതിന് സപ്പോർട്ട് ചെയ്യുന്നതോ ഒന്നും അല്ലെന്ന് പറഞ്ഞപ്പം എനിക്കറിയാം, അല്ലെങ്കിൽ നീ നിന്റെ ഭാര്യയുടെ അനിയത്തിയുടെ അമ്മയുടെയും കൂടെയല്ലേ നിൽക്കത്തുള്ളൂ. എന്റെ മകന്റെ ജീവിതം തൊലഞ്ഞു പോയാലും നിനക്ക് കുഴപ്പമില്ലല്ലോ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല. ഇവളെ അനന്തപുരി തറവാട്ടിലേക്ക് എന്റെ മകന്റെ ഭാര്യയായിട്ട് വിടണമെന്ന് നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിലേ അത് നീ മുളയിലെ അങ്ങ് ഞൊള്ളി കളഞ്ഞയുടെ കനകദുർഗെ. അല്ലാതെ ഒരിക്കലും എന്റെ അനാമിക മോളെ പറഞ്ഞു വിട്ടിട്ട് ഇവിടെ അവിടെ കൊണ്ട് ഞാൻ പ്രതിഷ്ഠിക്കില്ല. ഉള്ള രണ്ടെണ്ണത്തിനെ സഹിക്കാൻ വേണ്ടി ഞങ്ങൾ പെടുന്ന പാടെന്താണെന്ന് ഞങ്ങൾക്കറിയാം. പിന്നെ അടുത്ത ഒരെണ്ണത്തിനെയും കൂടെ കേറ്റിക്കോട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലേ എനിക്ക് ഒരിക്കലും താല്പര്യമില്ലാത്ത കാര്യ. അന്നേ ഞാൻ നിന്നോട് പറഞ്ഞതാ, ഇനി എന്റെ കൺമുമ്പിൽ വരരുത് എന്നു പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിറച്ചു തുള്ളുവാണ് കേട്ടോ നമ്മുടെ ജാനകി. അപ്പൊ നന്ദു പറഞ്ഞു, ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങള്? കുറെ നേരമായില്ലോ സംസാരിക്കാൻ തുടങ്ങിയിട്ട്. അതെ, വെറുതെ എന്നെ കുറ്റപ്പെടുത്തരുത്. ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്തിനാണെന്ന് ആദർശേട്ടന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ആദർശേട്ടൻ നിങ്ങളോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞത്. പിന്നെ എന്റെ അമ്മേനെയും എന്നെയും എന്റെ ചേച്ചീനെയും ഒക്കെ പറയുന്നതിനൊരു പരിധിയുണ്ട്. എല്ലാം ഞാൻ കേട്ടു നിന്ന് വരില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കനകദുർഗ പറഞ്ഞു, മോളെ മിണ്ടാതിരിക്കുക, വിഷയം വീട്, സാരമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കനകദുർഗ അങ്ങ് മാറ്റി വീടാണ്. ഏതായാലും ഇത് കഴിഞ്ഞ് ഓപ്പറേഷത്തിനായിട്ട് നമ്മുടെ ദേവയാനീനെ കൊണ്ടുവരാണ് കേട്ടോ. അങ്ങനെ ഓപ്പറേഷത്തിന് വേണ്ടി ദേവയാനീനെ കൊണ്ടുവരുന്നു.
സ്ട്രെച്ചറിൽ ഇങ്ങനെ കിടത്തിക്കൊണ്ടാണ് ദേവയാനീനെ കൊണ്ടുവരുന്നത്. അപ്പൊ ഇന്ന് തന്നെ ഓപ്പറേഷൻ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ വളരെ വിഷമത്തോടു കൂടി ദേവയാനി ഇങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകാൻ വേണ്ടിയൊക്കെ കിടക്കുന്ന ആ ഒരു സീൻ കാണിച്ചിട്ടാണ് നാളത്തെ വിശേഷം അവസാനിക്കുന്നത്. ഫുൾ വിശേഷവുമായി രാവിലെ എത്തുന്നതായിരിക്കും 7:30 എന്നും കറക്റ്റ് 7:30 നമ്മൾ ഫുൾ വിശേഷം ഇടും. പിന്നെ രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ പ്രമോവിശേഷം നമ്മൾ ഇന്നൊരു 8 മണിയൊക്കെ ആയപ്പോൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും കയറി കണ്ടിട്ടില്ലെങ്കിൽ കയറി കാണുക. പിന്നെ നമ്മുടെ നയനയുടെയും ആദർശിന്റെയും അപ്കമിങ് എപ്പിസോഡ് നമ്മൾ എന്നും റിയൽ സ്റ്റോറി എന്ന ചാനലിനകത്ത് ഇടുന്നുണ്ട് കേട്ടോ. അതിനകത്ത് നമ്മുടെ ഗൗതമിന്റെയും നന്ദയുടെയും ഫുൾ വിശേഷവും പ്രമോവിശേഷവും ഒന്നും ഇടാറുണ്ട്. അതുപോലെ തന്നെ നയനയുടെയും ആദർശിന്റെയും അപ്കമിങ് എപ്പിസോഡ് വരാനിരിക്കുന്ന കഥകളും ഇടുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ ബൈ ബൈ.